എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ ഇന്ന് ഓപ്പറേഷൻ തൂഫാൻ സൂപ്പറാണ്. തൂഫാൻ അടിപൊളിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ആഭ്യന്തര വകുപ്പ് അതിനെ വളരെ കൃത്യമായി കൈകാര്യം ചെയ്യുന്നു. നല്ല രീതിയിൽ നടക്കുന്ന നല്ല കാര്യങ്ങൾക്ക് നമ്മൾ നല്ലതെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ വരാനുണ്ടായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഞ്ചാവ് മാത്രമല്ല, MDMA പോലുള്ള മാരക ലഹരികളൊക്കെ ഉണ്ട്. അതും കൂടെയൊക്കെ ഒന്ന് കൃത്യമായിട്ട് പിടിക്കണം ഇതിന്റെ ഇടയിൽ കൂടെ. കാരണം ഈ കഞ്ചാവ് കിലോ കണക്കിന് പിടിച്ചു എന്ന് മാത്രമാണ് കേൾക്കുന്നത്. അപ്പം അതുകൊണ്ടിട്ടാണ് പറയുന്നത്. കാരണം ഇത്തരം ലഹരിക്ക് അടിമപ്പെട്ടിട്ടുള്ള ഒരുപാട് മാനസികാരോഗ്യ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് കുട്ടികളെ പറ്റിയിട്ടും അവരുടെ കുടുംബങ്ങളെ പറ്റിയിട്ടൊക്കെയുള്ള ന്യൂസുകൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് കേസുകൾ അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ഇത്തരം വിഷയങ്ങളെ, അതായത് MDMA പോലുള്ള വിഷയങ്ങളെ കൂടുതലായിട്ട് പോലീസ് കവർ ചെയ്ത് പിടിക്കുന്നതായിട്ട് കാണുന്നില്ല. അതുകൊണ്ടിട്ട് അത് ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന 2-3 ദിവസമായിട്ട് സ്ട്രീമറായിട്ടുള്ള നിഹാൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. തൊപ്പിയുടെ കൂടെയുള്ള ഒരു ജാസി, ഒരു ഷമീർ, ഒരു മമ്മു, പിന്നെ ഇത്രയും പിള്ളേര്. പിന്നെ വേറെ ആരൊക്കെയൊക്കെ ഉണ്ട് സംതിങ് ഇതിനകത്ത്. ഇത് വേറൊരു വേൾഡാണ്. അപ്പം ചില കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ തൊപ്പി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ആർക്കൊക്കെ ഹോസ്പിറ്റലിൽ പൈസ കൊണ്ട് കൊടുത്തു, ഇങ്ങനെ ഹെൽപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പം ന്യൂജൻ പിള്ളേരുടെ ഇടയിൽ ഇത്തരം മോട്ടിവേഷൻ ആയിട്ടുള്ള പിള്ളേരൊക്കെ കടന്നു വരണം, ഈ കുട്ടികളൊക്കെ ഭയങ്കര സക്സസ് ആണ്, അടിപൊളിയായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. ബട്ട് ഐ വാസ് സ്റ്റക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, നമ്മൾ ഭയങ്കരമായിട്ട് തകർന്ന് തരിപ്പണമായി പോകുമല്ലോ, ഇവിടെ എന്താ നടക്കണേന്ന്. അങ്ങനെ ഒരു സാഹചര്യത്തിലൊക്കെയാണ് തൊപ്പിയുടെ വീടിനകത്തെ വിഷയങ്ങൾ വെളിയിലേക്ക് വരുന്നത്. ഇവിടെ ഇവിടെ ന്യൂഡിറ്റി എക്സ്പ്ലോർ ചെയ്യുന്നു, ഇവിടെ മറ്റേ മാസ്റ്റർബേറ്റ് ചെയ്യുന്ന വീഡിയോ ബ്ലർ ചെയ്ത് കാണിക്കുന്നു, പബ്ലിക്കിൽ തെളിവായിട്ടിടുന്നു, അല്ലാതെ ന്യൂഡിറ്റി ഡാൻസ് ചെയ്യുന്നു, പിന്നെന്താ പറയാ ഡ്രഗ്സ് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഷോർട്സുകൾ കാണിക്കുന്നു, ആളുകൾ പ്രൂഫായിട്ട് പറയുന്നു, 17 വയസ്സ് തികയാത്ത കുട്ടികളെ ഇതിനകത്ത് കരുക്കളാക്കുന്നു എന്ന് പറയുന്നു, പോക്സോ ഉൾപ്പെടെ ഇതിന്റെ ഉള്ളിൽ ഈ സ്ട്രീമേഴ്സിന്റെ ഇടയിൽ നടക്കുന്നു എന്ന് പറയുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതോ ഒരു ഷാജഹാൻ വരുന്നു, അയാളുടെ ഇടയിലും കുറെ ഇതുപോലുള്ള കുറെ കഥകൾ നടക്കുന്നു എന്നറിയുന്നു. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് നടക്കണമെന്നുള്ളത് അറിയില്ല. ഭയങ്കരമായിട്ട് ആകെ ഷോക്കായിട്ടുള്ള ഒരു കണ്ടീഷനാണ് ശരിക്കും. അപ്പം ഈ ആഭ്യന്തര വകുപ്പിനോട് പറയുന്നതാണ്, ഗവൺമെന്റിന് ഡയറക്റ്റ് കേസെടുക്കാനുള്ള വകുപ്പും ഇവരുടെ യൂട്യൂബ് ചാനലുകളും ഇവരുടെ ഇത്തരം വരുമാന സ്രോതസ്സുകളായിട്ടുള്ള സ്പേസുകളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ഇല്ലീഗൽ ആക്ടിവിറ്റികളും ഒക്കെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടാണ് കുട്ടികളുടെ ഇടയിലൊക്കെ ഇൻഫ്ലുവൻസ് ആയിട്ട് മാറുന്നത്. അത് ഇവർക്കൊക്കെ ഈ പറഞ്ഞ തൊപ്പിയെ പോലുള്ള ആളുകൾക്കും ഈ പറഞ്ഞ ഇവരുടെ സ്ട്രീമേഴ്സ് ആയിട്ടുള്ള പല ആളുകളുടെയും ഫാൻസ് എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരുപാട് കുട്ടികളൊക്കെ രംഗത്തേക്ക് വരുന്നുണ്ട്. ചില വീടുകളിലൊക്കെ പറയുന്നു അത്രേ, എന്തിന് പഠിക്കണത്, തൊപ്പിയുടെ വീട്ടിൽ ജോലിക്ക് പോയാൽ മതിയല്ലോ, ഒരുപാട് പൈസ കിട്ടുമല്ലോ. ഈ രീതിയിലൊക്കെ വരെയുള്ള ഇൻഫ്ലുവൻസിങ് മോഡായിരുന്നു അവരുടെയൊക്കെ ഇടങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം തൊപ്പിയെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ നടക്കുന്നു, എല്ലാത്തിലും ഭയങ്കരമായ ദുരൂഹതകൾ നടക്കുന്നു. ഈ പറഞ്ഞതുപോലെ അവർ വന്ന് നിന്നിട്ട് ഞാൻ പ്രൂഫ് ഉൾപ്പെടെ കാണിക്കുന്നു, ഞാൻ അത് ചെയ്യുന്നു, ഞാൻ ഇത് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റികൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ടും പോക്സോ അലിഗേഷനും വീണ്ടും വീണ്ടും ഞാൻ പറയുന്നതാണ്, പോക്സോ അലിഗേഷനും ഇതുപോലുള്ള ന്യൂഡിറ്റി മീൻസ് സംതിങ് മാസ്റ്റർബേഷൻ വീഡിയോസ് അത് ഇത് ഒക്കെ വെച്ചിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇവരിങ്ങനെ ഇറങ്ങി വരികയാണ്. ഇതിനെതിരെ തക്കതായിട്ടുള്ള നടപടി ഉണ്ടാവണം. കേരള പോലീസിനോടാണ് ഇത് പറയുന്നത്. ഇതിനെതിരെ തക്കതായിട്ടുള്ള നടപടി ഉണ്ടാവണം. ഇത് ഭയങ്കര ഡേഞ്ചറസ് കണ്ടീഷനിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ വിഷയം ഞാൻ ഈ സംസാരിക്കുന്നത് പോലും കുട്ടികളുടെ ഇടയിലേക്ക് ഭയങ്കരമായിട്ടുള്ള ഇൻഫ്ലുവൻസിങ് ഇവരുടെ വിചാരങ്ങൾ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തക്കതായിട്ടുള്ള നടപടി ഉണ്ടാവണം. വൺസ് അഗെയിൻ ഞാൻ ഇത് റിക്വസ്റ്റ് ചെയ്യുന്നത് കേരള പോലീസിനോടാണ്. എല്ലാവരും ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പൊ എല്ലാവരും ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണം. ഇതൊരു വലിയ മാഫിയ പോലെയാണ് ശരിക്കും. ഈ വിഷയം സംസാരിക്കാനാണ് ഞാൻ വന്നത്.